റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകരിച്ചവരിലായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം സദസ്സുകളെല്ലാം ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. എന്തെങ്കിലും പഠിക്കുക, ഗ്രഹിക്കുക എന്ന നല്ലൊരു നീയത്ത് നമുക്കുണ്ടെങ്കിൽ ഈ ഇരുത്തങ്ങൾ പോലും നമുക്ക് പ്രതിഫലാർഹമാകും. ആധുനിക സംവിധാനങ്ങളിൽ വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിയുന്ന മേഖലകളെ കണ്ടെത്തലും അത്തരം മേഖലകൾ നല്ല നന്മകളുടെ വഴിയിലൂടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത് വളരെ പുണ്യമായ കാര്യമാണ്. കുറേ വർഷങ്ങളായി NCV ഇങ്ങനൊരു അവസരം നമുക്ക് നൽകുന്നതിൽ നമ്മളെല്ലായ്പ്പോഴും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നവരുമാണ്. ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം, എല്ലായ്പ്പോഴും നമ്മുടെ ഭൗതികമായ ചിന്താധാരകളിൽ മാത്രം മുഴുകി അതിൻ്റെ ആ മനോഹാരിതയിൽ മയങ്ങുകയും യഥാർത്ഥത്തിൽ നമ്മുടെ യാത്രാ ലക്ഷ്യം പലപ്പോഴും വിസ്മരിക്കുകയും ചെയ്യുന്ന, മുൻകാലങ്ങളിലില്ലാത്ത തികച്ചും ആപൽകരമായ പ്രവണതകളാണ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായ കാരണങ്ങൾ പലതുമുണ്ടെങ്കിലും ഒന്ന് ഭൗതികമായി നമുക്കൊരുപാട് വളരാൻ കഴിഞ്ഞു എന്നതാണ്. സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ ഭൗതിക ലോകത്തുള്ള സംവിധാനങ്ങൾ യഥേഷ്ടം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതിനും അപ്പുറം നമ്മുടെ മുന്നിൽ യഥേഷ്ടം എത്തിച്ചേരുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിധി നിയമങ്ങളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ആപൽകരമായ ജീവിതം അതിൻ്റെ ആളുകളായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറുകയാണ്. ഇവിടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു, സൂഫി ചക്രവർത്തിമാരിൽ വളരെ പ്രമുഖനായ, തസവുഫിൻ്റെ വഴിയെ ഒരു സമൂഹത്തെ സഞ്ചരിപ്പിച്ച, ഇന്നും നമ്മുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ തസവുഫിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആ വലിയ മഹാനായ അത്യുന്നതായ മഹൽ വ്യക്തിത്വമായിരുന്നുവല്ലോ ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു തവണ തൻ്റെ ശിഷ്യഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ കാണാൻ വീട് സന്ദർശിക്കുന്നു. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വളരെ സുന്ദരിയും സുമുഖിയുമാണ്. അവരുടെ ഭർത്താവ് അകാല വിയോഗം അഥവാ വളരെ ചെറുപ്പത്തിലെ അള്ളാഹു അവരെ തിരിച്ചു വിളിച്ചു.
ഏകാഗിയായി വിധവയായി കഴിയുകയാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. ഈ സമയത്താണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യഗണങ്ങളുമായി ആ മഹദിയെ സന്ദർശിക്കാൻ എത്തുന്നത്. അങ്ങനെ അവരോട് പറഞ്ഞു, റാബിയ, ഞങ്ങൾ വന്നത് നിന്റെ ഭർത്താവ് വിട പറഞ്ഞു. നീയാണെങ്കിൽ വളരെ യൗവനത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ലഹരിയുള്ള ഒരു ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നൊരു പ്രായമാണ്. അതുകൊണ്ട് നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങളിൽ ഒരാളെ ഭർത്താവായി നിനക്ക് തിരഞ്ഞെടുക്കാം. നിന്നെ വിവാഹ അഭ്യർത്ഥനയുമായി വന്നവരാണ് ഞങ്ങൾ. നിന്റെ അഭിപ്രായം എന്താണ്? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു തിരിച്ചവരോട് ചോദിച്ചു, നിങ്ങൾ വലിയ പണ്ഡിതനാരാണ്? കൂട്ടത്തിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു അത് ഹസൻ ബസ്രി തന്നെയാണ്. ഓ, എങ്കിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ ഭാര്യയായി ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ചോദിക്ക്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഉത്തരം പറയാം. ആ സമയത്ത് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ആദ്യമായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ 4 മാസമാകുമ്പോൾ മലക്കൾ വന്ന് ഷഖിയാണോ സഈദാണോ എഴുതി വെച്ച് കാണും. പരാജിതനാണോ വിജയാണോ എന്ന് എഴുതി വെച്ച് കാണും. എൻ്റെ കാര്യത്തിൽ അള്ളാഹു എന്തായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക? വിജയികളുടെ കൂട്ടത്തിലാണോ അതല്ല പരാജിതരിലാണോ ഞാൻ പെട്ടുപോവുക? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ഹാദാ ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. റാബിയ, ഇതേ പ്രപഞ്ചത്തിൽ എനിക്ക് എന്നല്ല ഒരാൾക്കും പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം ഇത് മറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിന് മാത്രമല്ല അറിയൂ, എനിക്ക് പറയാൻ കഴിയില്ല. രണ്ടാമത് ചോദിക്കുകയാണ്, എന്നാൽ അത് വിട്ടു. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഓ ഹസൻ, ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ മഹ്ശറാവൻ സഭയിൽ ആളുകൾ ഒരുമിച്ച് കൂടും. ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ കൈകളിൽ കിതാബ് നൽകപ്പെടും. ചില ആളുകളുടെ വലത് കൈകളിൽ, ചില ആളുകളുടെ ഇടത് കൈകളെ കൊണ്ട് പിടിപ്പിക്കപ്പെടും. ഞാൻ ഏത് ഗണത്തിലാണ് പെടുക ഹസനെ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അവിടെയും പറഞ്ഞു, ഹാദാ ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ഇതും മറഞ്ഞ കാര്യം, അള്ളാഹുവിനല്ലാതെ അറിയാൻ കഴിയില്ല. മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. എന്താണത്? ഖബറിൽ എന്നെ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിടവാങ്ങും. അതിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യും. അങ്ങനെ മറവ് ചെയ്താൽ ഉടനെ വരുന്നു മുൻകർ നക്കീർ അലൈഹിമുസ്സലാം. ഈ 2 മലക്കുകൾ എന്നെ സമീപിക്കും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്കി ഒമൻ നബിയുക്കി ഒമാ ദീനുക്കി. നിന്റെ റബ്ബാരാണ്, നിന്റെ നബിയാരാണ്? ആ സമയത്ത് എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ അതല്ല ഞാൻ നിസ്സഹായനാകുമോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ഇതും മറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിനല്ലാതെ മറഞ്ഞ കാര്യം അറിയില്ല. ഒക്കെ ഇനി 4ാമതായി ചോദിക്കുകയാണ്. ഓ ഹസൻ എന്നവരെ 3 കാര്യത്തിനും ഉത്തരം കിട്ടിയില്ല. 4ാമത്തൊരു കാര്യം എന്താണ്? നാളെ ആഖിറിൽ ഖിയാമത്ത് നാളിൽ എല്ലാം കഴിഞ്ഞ് ആളുകളെ 2 വരിയാക്കി ഒരുമിച്ച് 2 സംഘമാക്കും. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. അതിൽ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, മറ്റൊരു വിഭാഗം നരകത്തിലേക്ക്. അവർ ചോദിക്കുന്നു, ഞാൻ ഏത് വിഭാഗത്തിലാണ് എനിക്ക് പെടാൻ കഴിയുക? സ്വർഗത്തിന് അവകാശിയാകുമോ അതല്ല നരകാഗ്നിയുടെ വിറകായി തീരുമോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. എനിക്കല്ലാതെ, അള്ളാഹുവിനല്ലാതെ, എനിക്ക് മാത്രമല്ല മറ്റൊരാൾക്കും അതറിയാൻ കഴിയില്ല. ഉടനെ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇതുകൊണ്ടൊക്കെ ആശങ്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തിനാണ് അവർക്ക് ഭർത്താവ് ആവശ്യമുള്ളത്? അവർക്കൊരു ഭർത്താവിൻ്റെ ആവശ്യം ഇനി ഉദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ജീവിതം ഇത്തരം
ഉത്തരങ്ങളില്ലാത്ത ചോദ്യവുമായി അലയുകയാണ്. നാളത്തെ ഖബറിനെക്കുറിച്ച്, നാളത്തെ മഹ്ശറയെക്കുറിച്ച്, നാളത്തെ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഞാൻ ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്കൊരു വിവാഹം ആവശ്യമില്ല. ഞാനിവിടെ ഇന്നത് സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണ്? ഈ ഭൗതികമായ ലോകത്ത് അബദ്ധസഞ്ചാരം നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളോട് നീതി പുലർത്താതെ ഒരു ജീവിതം നമ്മൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു വേള ഇത്തരം ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ഹാസിബു ഖബലൻ തുഹാസബു, നാളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം മനസ്സാക്ഷിയോട് വിചാരണ ചെയ്യുകയും ചെയ്താൽ, അത് നമ്മൾ ചെയ്യാറുണ്ടെന്ന് ആലോചിച്ചൊക്കെ. നേരം പുലരുമ്പോൾ ഭൗതികമായി ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ മറ്റു പല വ്യത്യസ്തമായ വസ്തുക്കൾ, സൗന്ദര്യ വസ്തുക്കൾ, ഇതെല്ലാം ഉപയോഗിച്ചാക്കാൻ മുഖമൊക്കെ പ്രത്യേകം റെഡിയാക്കി ബാഹ്യമായി നമ്മുടെ ഭാഗങ്ങളെ പരമാവധി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചോ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ ഒരു അവസ്ഥകളെക്കുറിച്ചോ ഒരു നിമിഷം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇതിലൂടെയൊക്കെ നമ്മൾ ചിന്തകൾ ഉൾക്കൊള്ളുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമായ ആഹ്വാനങ്ങളും നിർദ്ദേശങ്ങളും അക്ഷരാർത്ഥത്തിൽ അനുകരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു ജീവിതം സാധ്യമാക്കാൻ കാരുണ്യവാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.